അമൃതവേണി ലൈവ് സ്കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 ബുധനാഴ്ച. ലോകകപ്പിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ഫൈനലിൽ. ഡാലസിൽ നടന്ന പോരാട്ടത്തിൽ മിക്കേൽ ഒയർസബാൽ, പെഡ്രോ പൊറോ എന്നിവരാണ് സ്പെയിനിന് വേണ്ടി ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിഗ്നെ ലെമൻ യമാലിനെ ഫൌൾ ചെയ്തതിനെ തുടർന്ന് സ്പെയിനിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത മൈക്കൽ ഒയർസബാൽ പന്ത് വലയിലാക്കി സ്പെയിനിന് ലീഡ് നൽകി. ഇതോടെ ഫ്രാൻസ് മാനസികമായി തകർന്നു. 2ാം പകുതിയിൽ റൈറ്റ് ബാക്ക് പെഡ്രോ പൊറോയിലൂടെ സ്പെയിൻ ലീഡ് ഇരട്ടിയാക്കി. എംബപ്പയും ഡെംബലയും ഒലീസയും അടങ്ങുന്ന സംഘത്തെ തീർത്തും നിഷ്പ്രഭമാക്കിയ സ്പെയിൻ ആധികാരിക ജയവുമായാണ് ഫൈനലിലേക്കെത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന UAE എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ജീവനക്കാരായ 46 പേരിൽ 30 പേരും ഇന്ത്യൻ നാവികരായിരുന്നു. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. GST വിഭാഗം നടത്തിയ പരിശോധനയിൽ 70.73 കോടിയുടെ വിറ്റുവരവ് വെട്ടിപ്പും 7.06 കോടിയുടെ നികുതി വെട്ടിപ്പുമാണ് കണ്ടെത്തിയത്. റിട്ടേണുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാത്ത 38 ബാർ ഹോട്ടലുകളിലായിരുന്നു പരിശോധന. 2018-ലുണ്ടായ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വെളിവാക്കുന്ന ശബ്ദരേഖയിലാണ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടത്. മലയാളികൾക്ക് അഭിമാന നിമിഷം. ഒറ്റപ്പാലത്തിന്റെ കൊച്ചുമകൻ അനിൽ മേനോനെയും വഹിച്ച് സോയൂസ് MS-29 വിജയകരമായി വിക്ഷേപിച്ചു. റോസ്കോസ്മോസിന്റെ പ്യോട്ടർ ഡിബ്രോവും അന്ന കിക്കിനെയുമാണ് അനിലിന്റെ സഹയാത്രികർ. ഖസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് വിക്ഷേപിച്ചത്. രാത്രി 11:26 സോയൂസ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു. ഇന്ന് പുലർച്ചെ 1:30 3-അംഗ സംഘം നിലയത്തിൽ പ്രവേശിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 8 മാസത്തെ ദൌത്യശേഷം അടുത്ത വർഷം ഏപ്രിലിലാണ് മടക്കം. സംസ്ഥാനത്ത് UDF സർക്കാർ കണക്കുകൾ മറച്ചുവച്ച് അനാവശ്യമായി കടബാധ്യത പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബദൽ ധവളപത്രം അവതരിപ്പിച്ചു. മുൻ LDF സർക്കാർ ധൂർത്തായിരുന്നുവെന്നും 1,00,000 കോടിയുടെ ബാധ്യത വരുത്തിവെച്ചെന്നുമുള്ള UDFന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് പിണറായി വാദിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ചകൾ സംഭവിച്ചെന്ന് CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി. ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. നേതാക്കളുടെ പെരുമാറ്റത്തിലും ശൈലിയിലും പിഴവുകളുണ്ടായി. വിനയത്തോടെ സംസാരിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കാനും സാധിച്ചില്ല. അടിമുടി തിരുത്തണമെന്ന് പാർട്ടി തയ്യാറാക്കിയ രേഖ നിർദ്ദേശിക്കുന്നതായും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. സ്വകാര്യവൽക്കരണത്തിനായി വന്നയാളാണ് താനെന്ന് ചിലർ ബോധപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് മാറ്റം കൊണ്ടുവരുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടും ചൊറിച്ചിലും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അത് താൻ നന്നായി ആസ്വദിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു കൊലക്കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. പ്രധാന പ്രതി മുഹമ്മദ് അടക്കം 5 പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. 17 മുതൽ 26 വരെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകാതെയാണ് വിചാരണ തുടങ്ങുന്നതെന്നും വിചാരണ നിർത്തിവെക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ ആദ്യ 16 പ്രതികൾ മാത്രമാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതെന്നും ഇവരുടെ വിചാരണ തുടങ്ങാൻ തടസ്സമില്ലെന്നും അനുബന്ധ കുറ്റപത്രം ഉടൻ നൽകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന്റെ കൂട്ടാളി മമ്മു അറസ്റ്റിൽ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ മമ്മു ലൈവ് സ്ട്രീമിംഗിനിടെയാണ് മോശം പരാമർശങ്ങൾ നടത്തിയത്. യുവതി നൽകിയ പരാതിയിലെ ഈ കേസിലും തൊപ്പി പ്രതിയാണ്. ലഹരിക്കെതിരെയുള്ള ഈ വലിയ പോരാട്ടത്തിന് പിന്തുണ തേടി ഇന്ന് ഉച്ചയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായി വിജയിയെ കാണുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.
ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച തൂഫാൻ വാരിയർ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ചത് ചട്ടവിരുദ്ധമായാണെന്ന ആരോപണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി നൽകിയ പാനൽ പൂർണ്ണമായി വെട്ടിമാറ്റി ചാൻസലർ കൂടിയായ ഗവർണർ സ്വന്തം നിലയ്ക്ക് പുതിയ പട്ടിക തീരുമാനിച്ചെന്ന് അംഗങ്ങൾ ആരോപിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ ഓഫീസുകൾ പൂട്ടി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവത്തിൽ സംസ്ഥാന വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഐടി കമ്പനികളുടെ കൂട്ടായ്മയായ ജിടെക്കും തമ്മിൽ ചർച്ച നടത്തി. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാരിൽ പരമാവധി പേർക്ക് മറ്റ് ഐടി കമ്പനികളിൽ പുനർനിയമനം നൽകാൻ ചർച്ചയിൽ ധാരണയായി. കൊച്ചി കത്രിക്കടവിലുള്ള അൾറീം കുഴിമന്തി റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച 50ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. സ്വകാര്യ ബസ്സുടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജൂലൈ 20 മുതൽ 25 വരെ പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചും റിലേ ധർണയും മാറ്റിവച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ബസ് വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ 5-അംഗ സമിതിയെ നിയോഗിക്കുകയും 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തതിനാലാണ് സമരത്തിൽ നിന്ന് പിന്മാറിയത്. ബ്രഹ്മപുരത്ത് നിർമ്മാണം തടസ്സപ്പെട്ട ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ജോലികൾ പുനരാരംഭിക്കണമെങ്കിൽ തങ്ങൾക്കനുകൂലമായി പുതിയ കരാർ ഒപ്പിടണമെന്ന് കൊച്ചി കോർപ്പറേഷൻ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ക്ലീൻ കേരള കമ്പനി വിഭാവനം ചെയ്ത പദ്ധതിക്കായാണ് കോർപ്പറേഷൻ ഈ കർശന നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത്. 1 മാസം മുൻപാണ് നഗരസഭ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിന് പ്രത്യേക പോലീസ് സേന. പെരുമ്പാവൂരിലെ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിയുള്ള തീരുമാനമാണിതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പെരുമ്പാവൂരിൽ ഇനി കാണാൻ പോകുന്നത് നാർക്കോ ഹണ്ടിന്റെ പുതിയ അധ്യായമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ ഗുരുതര വീഴ്ചയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ. പരിപാടി സർക്കാർ സംഘടിപ്പിക്കരുതായിരുന്നു. ഇത് പാർട്ടിയുടെ നയങ്ങൾക്ക് എതിരായി. പത്മകുമാറിനെതിരെ ആദ്യമേ നടപടി വേണമായിരുന്നുവെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ജി സുധാകരന്റെ നാവിൽ ആണി അടിക്കണമെന്ന സിപിഎം നേതാവിന്റെ പരാമർശത്തിന് മറുപടിയുമായി ജി സുധാകരൻ എംഎൽഎ രംഗത്ത്. ആണിയടിച്ചു കൊന്നത് യേശുക്രിസ്തുവിനെ അല്ലേ എന്ന് ചോദിച്ച ജി സുധാകരൻ തന്നെ ആണിയടിക്കാൻ സിപിഎം ഓഫീസിൽ ആണി ഫാക്ടറി ഉണ്ടോ എന്നും ചോദിച്ചു. പാതയോരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന കേബിളുകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി പരിഹരിക്കാൻ കർശനമായ മാർഗനിർദ്ദേശം പുറത്തിറക്കി. കേബിളുകളുടെ നിരീക്ഷണത്തിനായി സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ കോടതിയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയ സംഭവത്തിൽ കെ ബിജു IAS ഹൈക്കോടതിയിൽ പുതിയ മാപ്പപേക്ഷ സമർപ്പിച്ചു. നിയമപരവും വസ്തുതാപരവുമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫുട്ബോൾ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾ പ്രമാണിച്ച് ബംഗളൂരുവിൽ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം നീട്ടി. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിലുള്ള ബാറുകളുടെയും റെസ്റ്റോറന്റുകളുടെയും പബ്ബുകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തന സമയം പുലർച്ചെ 3:30 വരെയാണ് നീട്ടിയത്. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലായി. ഇതിന്റെ ഭാഗമായി യുകെയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ബാച്ചിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഇന്നലെ രാത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ KSIA എയർ കാർഗോ കോംപ്ലക്സിൽ നടന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. ലൈംഗിക കുറ്റകൃത്യ കേസുകളിൽ ഉപയോഗിക്കാവുന്ന പദപ്രയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. ജുഡീഷ്യൽ സെൻസിറ്റിവിറ്റി മാർഗനിർദ്ദേശങ്ങൾ കോടതികളും പോലീസും പാലിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അപകീർത്തികരമായ വാക്കുകൾ ഒഴിവാക്കണം. അംഗീകരിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിലെ പദപ്രയോഗങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികളും കർശനമായി പാലിക്കണം. FIR രജിസ്റ്റർ ചെയ്യുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഒരു പോക്സോ കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ വിധി റദ്ദാക്കി സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. തനിക്ക് 96 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും ഭാര്യയ്ക്ക് 101.93 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ബലൂച്ച് മേഖലയിൽ പുതിയ രാജ്യപ്രഖ്യാപനം. മേഖലയിലെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന അവകാശവാദവുമായി ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു.
റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ പുതിയ ഭരണ സംവിധാനം രൂപീകരിച്ചെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്കു കപ്പലുകൾക്ക് 20% ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി. ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ട്രംപിന്റെ പിന്മാറ്റം. കുവൈറ്റിൽ ഇറാന്റെ മിസൈൽ ആക്രമണം. എല്ലാ മിസൈലുകളും തകർത്തെന്ന് കുവൈറ്റ് അവകാശപ്പെട്ടു. സ്ഫോടന ശബ്ദങ്ങൾ കേട്ട് ആരും ഭയപ്പെടേണ്ടെന്നും ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി വെടിവെച്ചിട്ടുണ്ടെന്നും കുവൈറ്റ് സൈന്യം അറിയിച്ചു. അമേരിക്കയുമായി നിലവിലുള്ള സമാധാന ധാരണകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാനിലെ 290 അംഗ പാർലമെന്റിലെ 180 എംപിമാർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകുക, നയതന്ത്ര ചർച്ചകൾക്കായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുക, തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും നിയമവിധേയമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ടുവച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതിർന്ന ഭരണകക്ഷി നേതാവും മുൻ പോളിറ്റ് ബ്യൂറോ അംഗവുമായ മാ സിംഗ് റൂയിയെ പുറത്താക്കി. അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് നടപടി. 2025 ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മൂന്നാമത്തെ സജീവ അംഗമാണ് മാ സിംഗ് റൂയി. ഇറാഖിൽ മുൻ ഡെപ്യൂട്ടി എണ്ണമന്ത്രിയായിരുന്ന അഡ്നാൽ അൽ ജുമൈലിയുടെ വസതിയിൽ നിന്ന് 375 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. രാജ്യത്തെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ നടപടികളിലൊന്നാണ് ഈ ഓപ്പറേഷൻ. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യയ്ക്ക് ആദ്യ ജയം. ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും അക്ഷർ പട്ടേലിന്റെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ അനായാസം മറികടന്നു. 75 പന്തിൽ 80 റൺസെടുത്ത് റിട്ടയർഡ് ഹർട്ടായ ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഈ ജയത്തോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ കാർഡിഫിൽ നടക്കും. സ്കോർ: ഇംഗ്ലണ്ട് 47.5 ഓവറിൽ 258 ഓൾ ഔട്ട്. ഇന്ത്യ 45.2 ഓവറിൽ 262 ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.